എന്താണ്, എന്തിനാണ് ഇങ്ങനെ സ്വയം വേദനിക്കുന്നത്? എന്തോരം കരഞ്ഞു, ഹൃദയം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന സങ്കടമാണെന്ന് എനിക്കറിയാം. നിങ്ങൾ തീരെ പ്രതീക്ഷിക്കാത്തതുപോലെയാണ് നിങ്ങളുടെ ലൈഫ് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് എനിക്കറിയാം. നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ ആയി തീരുമെന്നും ഒരു കാലത്തെ വമ്പൻ സന്തോഷങ്ങൾ ഇത്രയും വലിയ സങ്കടങ്ങളായി തീരുമെന്നും നിങ്ങൾ തീരെ പ്രതീക്ഷിച്ചില്ല. ഇങ്ങനെ സംഭവിച്ചു എന്ന് വെച്ചിട്ട് നിങ്ങളിങ്ങനെ സ്വയം നശിക്കുന്നത് കൊണ്ട് എന്ത് കിട്ടും? നിങ്ങൾ തന്നെ ആലോചിച്ച് പറയും, എന്ത് കിട്ടും? ഇത് നമ്മളിപ്പോൾ സ്വാഭാവികമായി ഈ കഴിഞ്ഞു വന്ന ജീവിതത്തിനിടയിൽ ഇത്രയും വർഷങ്ങൾക്കിടയിൽ നിങ്ങൾ എന്തോരം അനുഭവങ്ങളിലൂടെ കടന്നുപോയ ഒരാളാണ്. ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് ഓർത്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇതിനപ്പുറം വലിയ പ്രശ്നങ്ങൾ നിങ്ങളിലേക്ക് വന്നിട്ടുണ്ട്. ആ സമയത്തൊക്കെ നിങ്ങൾ അതിജീവിച്ചില്ലേ? ദൈവം ചില മാലാഖമാരെ കൊണ്ടുവന്ന് തരും എന്നുള്ളതാണ്. നിങ്ങൾ ഒരുപാട് സങ്കടപ്പെടുന്നു എന്ന് പ്രകൃതിക്ക് തോന്നുമ്പോൾ, നിങ്ങളുടെ ഹൃദയം വല്ലാതെ ഭാരം കാരണം വിങ്ങി നിൽക്കുന്നു എന്ന് തോന്നുമ്പോൾ, നിങ്ങളിലേക്കൊരു മാലാഖയെ കൊണ്ടുവന്നെത്തിക്കും. ഇനിയിപ്പോൾ ഞാൻ ഈ മാലാഖ വരുമെന്നും പറഞ്ഞിട്ട് ആ മാലാഖയെയും പ്രതീക്ഷിച്ച് ഇതാണോ എൻ്റെ മാലാഖ, അതാണോ, അങ്ങനെ നടക്കണ്ട. നിങ്ങൾ തീരെ പ്രതീക്ഷിക്കാത്ത ഒരാളായിരിക്കും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആശ്വാസമായിട്ട് വരിക. അങ്ങനെ ആൾ വരും. ഏതെങ്കിലും ഒരു മാധ്യമത്തിലൂടെ പ്രകൃതി നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക തന്നെ ചെയ്യും, നിങ്ങളെ ആശ്വസിപ്പിക്കും, നിങ്ങളെ അങ്ങേയറ്റം ഈ പറഞ്ഞ പോലെ വീണ്ടും പഴയ നിങ്ങളുടെ സ്വാഭാവിക ജീവിതത്തിലേക്ക് കൊണ്ടുവരിക തന്നെ ചെയ്യും. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കൊന്ന് റിലാക്സ് ചെയ്യാം. ഒന്ന് കണ്ണടച്ചേ, ഞാൻ പറഞ്ഞോളാം, നിങ്ങൾ കണ്ണടച്ചാൽ മതി. കണ്ണടയ്ക്കൂ, നമുക്ക് ശരിയാക്കാമല്ലോ, നമുക്കൊന്ന് റിപ്പയർ ചെയ്തെടുക്കാം. കണ്ണടയ്ക്കും, നന്നായി നമ്മൾ കണ്ണടച്ചു. നമുക്ക് സങ്കടം നമുക്ക് നന്നായിട്ട് അറിയാമല്ലോ. അപ്പോൾ ആ സങ്കടത്തിനെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമ്മളൊരു 3 ബ്രീത്ത് ഹൃദയത്തിൽ നിന്ന് സങ്കടം എല്ലാം പോകണം. എല്ലാം പോവാണ്. നമ്മുടെ ലൈഫിൽ നിന്ന് തന്നെ സകലമാന സങ്കടങ്ങളും പോവാണ്. ഇനി നിങ്ങൾ നിങ്ങളോട് പറയൂ, നിങ്ങൾക്കാരും വിചാരിച്ചാൽ തകർക്കാൻ പറ്റാത്തത്ര മനോധൈര്യമുണ്ട്. അതുണ്ട്. ജനിച്ച കാൽ മുതൽ ഇങ്ങോട്ട്, പിച്ച വെച്ച് നടന്നപ്പോൾ വീണിടത്തുനിന്ന് എഴുന്നേറ്റ് നടന്നത് മുതൽ ഇങ്ങോട്ട് എന്തോരം അനുഭവങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട് നിങ്ങൾ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതെ ഇതിനെയും ഫേസ് ചെയ്യാൻ പറ്റും. മറ്റേ ചിന്തയുണ്ടല്ലോ, എല്ലാം അവസാനിപ്പിച്ച് കളഞ്ഞാലോ എന്നുള്ള ചിന്ത, ആ ചിന്തയാണ് ഇതിനകത്ത്. അങ്ങനത്തെ ഒരു ചിന്ത വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അപ്പം മനസ്സിലാക്കണം, ഇവിടം കൊണ്ട് തീരല്ല. ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. അത് നിങ്ങളുടെ തലമുറകളോളം വരാനിരിക്കുന്ന നിങ്ങളുടെ ഇപ്പോൾ ജീവനോടെ ഉള്ള നിങ്ങളുടെ കുടുംബാംഗങ്ങൾ, മാതാപിതാക്കൾ, അതല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ ഉള്ളവർ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ, അതല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ പാർട്ണർ, ഒക്കെ അവരുടെ ലൈഫ് കംപ്ലീറ്റ് പോകുന്നൊരു പരിപാടിയാണ് ഈ ആത്മഹത്യ. അതുകൊണ്ട് തന്നെ ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. പകരം ജീവിച്ച് നമ്മൾ കാണിച്ചു കൊടുക്കണം, നമുക്ക് തിരിച്ചു വരാനാകും എന്ന് നമ്മളെ തന്നെ ബോധിപ്പിക്കണം. നമ്മളെ കൊണ്ട് പറ്റും. ഇതിന് മുമ്പും ഇതിനേക്കാൾ വലിയ പ്രശ്നങ്ങളിലൂടെ നിങ്ങൾ കടന്നുപോയെന്നേ. നിങ്ങൾ അവിടുന്ന് ചുമ്മാ കയറി വന്നില്ലേ, അതുപോലെ ഇത്തവണയും നിങ്ങൾക്ക് പറ്റും. ഒരു വട്ടം കൂടി ജീവിതത്തിൽ നമുക്ക് ശ്രമിക്കാന്നേ, ചിരിച്ചുകൊണ്ട്, മനോഹരമായി ചിരിച്ചുകൊണ്ട് ഈ അനുഭവങ്ങൾ നമുക്ക് നേരിടാൻ ശ്രമിക്കാം. അങ്ങനെ ശ്രമിക്കുമോ? സന്തോഷമായിട്ടിരിക്കുമോ? സന്തോഷമായിട്ടിരിക്കണം. ജീവിക്കുന്നത് തന്നെ സന്തോഷങ്ങളെ തിരിച്ചു പിടിക്കാനാണ്. നടക്കട്ടെ.